പ്രിയ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. നമ്മുടെ കൂരാട് പുതിയൊരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മൾ മിക്കവാറും ആളുകൾ യാത്രക്കാരാണ്. അപ്പോൾ ആ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. കാരണം റോഡ് എന്നറിയുന്നതിലൂടെ ഒരു വലിയൊരു കാര്യം നേടുന്നത് പോലെയുള്ള ആളുകൾ നമുക്കൊക്കെ അറിയാം. പല ഭാഗത്തും ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കിലോമീറ്ററോളം വളഞ്ഞ് വരേണ്ട ഒരു സാഹചര്യമൊക്കെ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാനും അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, നമ്മുടെ കൂരാട് ഒരു പാലത്തിന് പകരം രണ്ട് സൈഡും ഒരു മതിൽക്കെട്ട് പോലെ കെട്ടിപ്പൊക്കി അതിലൂടെ റോഡിൻ്റെ യാത്രാ സൗകര്യം ഉണ്ടാക്കുകയും അത് യാത്രായോഗ്യമാക്കുകയും ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ നമ്മുടെ KNRC എന്ന് പറയുന്ന കമ്പനി അവിടെ വലിയൊരു മതിൽക്കെട്ട് ഉയർത്തി ഇട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ട് പൊളിഞ്ഞു വീണതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് പൊളിഞ്ഞു വീണ സമയം മുതൽ അവിടെയുള്ള ഗതാഗതം പരിപൂർണമായിട്ട് നിലച്ചിരുന്നു. ആ നിലച്ച ഗതാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഭാഗം തുറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറുഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് ആ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് ആ ഭാഗം പരിപൂർണമായിട്ട് ഗതാഗത യോഗ്യമല്ലാതാവുകയും അത് അടച്ചിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റോഡ് അവിടെ തുറന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, രണ്ട് ഭാഗം, അതായത് ഇത് രണ്ട് സർവീസ് റോഡുകളും തുറന്നിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പഴയ മതിൽക്കെട്ട് പരിപൂർണമായിട്ടും പൊളിച്ചു മാറ്റി. ഇനി അവിടെ പൈലിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൈലിങ് ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടേക്കുള്ള മറ്റുള്ള സാമഗ്രികൾ, കമ്പികൾ, അതുപോലെ നമ്മുടെ ഫില്ലറിൻ്റെ കുഴിയിലേക്ക് ഇറക്കാനുള്ള പൈപ്പുകൾ, അതിൻ്റെയൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, രണ്ട് ഭാഗവും ഇപ്പോൾ വണ്ടികൾ പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരുന്ന, അതായത് വലത് സൈഡ് മാത്രമായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇടത് സൈഡും കൂടി തുറന്നു. അപ്പോൾ ആളുകൾക്ക് ഇതിലെ യാത്രാ സൗകര്യം ആയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു കേട്ടോ. കാരണം ഈ പാലം ഇങ്ങനെ ഇപ്പോൾ പണിയുന്നത് പോലെ, അതായത് ഈ പ്രവൃത്തി നടക്കുന്ന പ്രവൃത്തികൾക്ക് ടോട്ടൽ സംഖ്യ, അതായത് 10 കോടിയുടെ ബഡ്ജറ്റാണെന്ന് പറയുന്നത്. ഇപ്പോൾ ശരിയായ രീതിയിൽ ഫില്ലറിൽ പാലം പണിതുണ്ടാക്കണമെങ്കിൽ 10 കോടിയുടെ ബഡ്ജറ്റാണ് എന്ന്. ആ സ്ഥാനത്ത് നമുക്ക് കഴിഞ്ഞ ഇവിടെ പൊളിഞ്ഞു പോയ സാധനത്തിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാട്ടോ, വെറും 3 കോടി രൂപ. അപ്പോൾ എത്ര കോടി രൂപ ഈ കമ്പനിക്ക് ലാഭം കിട്ടിയിരുന്നു? 7 കോടി രൂപ ലാഭം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പം അവരുടെ നഷ്ടം എന്തൊക്കെയാണെന്നറിയോ? ആ 3 കോടി രൂപ പോവുകയും അതുപോലെ തന്നെ നല്ലൊരു സംഖ്യ അത് പൊളിച്ചു മാറ്റാനും പോയിട്ടുണ്ടായിരിക്കും. ഏകദേശം 1 കോടി ചിലവിൽ പൊളിച്ചു പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 4 കോടി ആണ് ചിലവ്. അതല്ല, അതിൽ കൂടുതലുണ്ടെങ്കിൽ അത്രയും ചിലവ് വരും. പിന്നെ തന്നെയല്ല, ഇപ്പോൾ ഇനി പുതിയ പാലം പണിയാണെങ്കിൽ 10 കോടി ഇനി ആദ്യം ചിലവാക്കണം. അപ്പോൾ എത്ര രൂപ ചിലവായി? വെറും 10 കോടിക്ക് തരേണ്ട പണി 14-15 കോടിയോളം രൂപ ചിലവാവുകയും തന്നെയല്ല, ഇതിനേക്കാളൊക്കെ വലുതെന്താണെന്ന് വെച്ചാൽ ആ കമ്പനീനെ തന്നെ ഡീബാർ ചെയ്തു. ഡീബാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ഗവൺമെൻറ്റിൻ്റെ ഒരു പണികളും ഇവർക്ക് കൊടുക്കില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പണികളും ഇവർക്ക് കൊടുക്കില്ല. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ പക്ഷേ ഒരു പ്രഹസനമായിരിക്കും കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല. കാരണം ഇവരൊക്കെ വമ്പൻ സ്രാവുകളാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടാവും.
ഈ ആരെങ്കിലും പേരിലുള്ള താൽക്കാലിക ലൈസൻസ് വേറൊരാളുടെ പേരിൽ ആക്കാനൊന്നും ഇവർക്ക് വലിയ പണിയൊന്നുമില്ല. ഫണ്ട് ഇവർ മുടക്കും, ലാഭം ഇവരെടുക്കും. ആളുടെ പേരൊന്ന് മാറ്റാൻ പറ്റാവുന്ന അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെയൊക്കെ സംബന്ധിച്ച് അത്രയും സിമ്പിളാണ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ സാധാരണക്കാരന് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ് താനും. അപ്പോൾ ഈ പണവുമായി കളിക്കുന്ന സ്രാവുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നാണ് ഞാനിവിടെ പറയുന്നത്. എത്ര രൂപ പോയിട്ടുണ്ടായിരിക്കും, എത്ര രൂപ ലാഭം ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി പണി കഴിപ്പിച്ചു വെച്ച സാധനങ്ങളിലൊക്കെ ഗുണനിലവാരം എന്ത്, അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് എന്ത് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മഴ പലതും വരാൻ കിടക്കുകയാണ്. മഴ വന്ന് പരിപൂർണമായിട്ട് ഇപ്രാവശ്യത്തെ മഴയും അത്ര വലിയൊരു മഴയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇനിയും ഇതിൽ കൂടുതൽ മഴ പെയ്ത സമയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മുടെ ഫില്ലറിന് വേണ്ടിയിട്ടുള്ള കമ്പി വളയ്ക്കണ ഒരു സാഹസികമായ ഒരു പരിപാടിയാണ് കാണുന്നത് കേട്ടോ. ഒരു റോള് കമ്പി ഒരു ഫുൾ കമ്പി എടുത്തുകൊണ്ടെന്ന് അങ്ങനെ വളച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഇവിടെ. പണികളൊക്കെ വളരെ ദ്രുതഗതിയിലും വളരെ സ്പീഡിലും നടക്കുന്നുണ്ട്. തന്നെയല്ല, സാധാരണത്തെ മാതിരി ഇനി ഒരു ബീം വാർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു പണിയൊന്നല്ല ഇവിടെ വരാൻ പോകുന്നത്. എല്ലാം റെഡിമെയ്ഡ് ഇരുമ്പിൻ്റെ ബീമുകളായിരിക്കും ഇവിടെ വയ്ക്കുക. കാരണം മറ്റേനൊക്കെ ടൈം പിടിക്കും. അതുകൊണ്ട് പരിപൂർണമായിട്ടും റെഡിമെയ്ഡ് സാധനങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.